ഫോണിൽ ഒരു ഗണപതിയുടെ അത്തക്കളം കണ്ടപ്പോൾ മുതൽ പറയണത് തിരുവോണത്തിന് അത് നമുക്കും അത് ഇടണമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 2 പാക്കറ്റ് പൂവൊക്കെ വാങ്ങിച്ച് റെഡി ആയിട്ട് ഇരിക്കണായിരുന്നേ. പക്ഷെ നമ്മുടെ മുറ്റത്ത് അത്ര സ്പേസ് ഉണ്ടായിരുന്നില്ല. വലിയ അത്തക്കളം ഇട്ടിട്ടുണ്ടെങ്കിലേ ഗണപതിയുടെ പെർഫെക്ഷൻ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പിന്നെ പ്ലാനൊക്കെ മാറ്റി കേട്ടോ. സാധാ അത്തക്കളം ഇടാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പിന്നെ സിറ്റ് ഔട്ടിൽ അത്തക്കളം ഇടാനായിട്ട് കയറിയേ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. നോറമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, വിളിച്ച് എഴുന്നേപ്പിച്ചില്ല. അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൂവൊക്കെ അലമ്പാക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവളും എഴുന്നേറ്റ് വന്നത്. അപ്പനും മോളും കൂടി കളിക്കണേ നീ കാണണം കേട്ടോ. പിന്നെ അവർ 3 പേരും കൂടിയുള്ള ഫോട്ടോ എടുക്കലും പിടിക്കലൊക്കെ ആയിരുന്നേ. അപ്പോഴത്തേനും എൻ്റെ സദ്യയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചോറ് വിളമ്പാനായിട്ട് ഇലയൊക്കെ ഇട്ട് കൊടുത്തേ. അപ്പോൾ ചേട്ടന് ചിപ്സ് ഉപ്പേരി എടുത്ത് കൊടുക്കണം നീ കാണണതേ. ഞങ്ങളുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് കാണിച്ചു തരാവേ. ചിപ്സ്, ഉപ്പേരി, പഴം, അവിയൽ, സാമ്പാർ, അച്ചാറ്, ബീറ്റ്റൂട്ട് പച്ചടി, ഇഞ്ചിക്കറി, കാളൻ, ക്യാബേജ്, കട്ടിപ്പരിപ്പ്, പായസം, പപ്പടം, ചോറ്. എല്ലാവരും കൂടി ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഒറ്റക്കൊരാൾ ഇത്രയും കറികളും പായസമൊക്കെ ഉണ്ടാക്കാന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല കേട്ടോ. എനിക്ക് ചേച്ചി ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ നേരത്തെങ്കിലും സദ്യ ആക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ നോർമയാണെങ്കിൽ ഒട്ടും ചോറ് കഴിച്ചില്ല കേട്ടോ. അവൾക്ക് ആകെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കറികളൊന്നും. പച്ചക്കറി ആയത് കാരണമാണ് പുള്ളിക്കാരത്തി എന്തെങ്കിലും മുട്ട വറുത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കുമല്ലേ. അപ്പോൾ കുറച്ച് പായസവും പപ്പടവും കൂടി കൊടുത്തപ്പോഴത്തേനും പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് കഴിക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ.